ഹലോ മച്ചാമാരെ, SBയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് പാലക്കാട് കോട്ടയുടെ മുമ്പിലാണ്. കാണാണോ? ഇതവിടെയാണ് പാലക്കാട് കോട്ട. പാലക്കാട് കോട്ട അല്ലെങ്കിൽ ടിപ്പു സുൽത്താൻ്റെ കോട്ട എന്നൊക്കെ പറയും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഈ കോട്ടയെ കുറിച്ചാണ്. ഈ കോട്ട അപ്പോൾ നമുക്ക് പോയാലോ? പോലെ തൃശ്ശൂരിൽ നിന്ന് 65 കിലോമീറ്റർ ഉണ്ട്, 1.25 മണിക്കൂർ. അപ്പോൾ ബാക്കി വഴിയെ കാണാം. നമ്മൾ കോട്ടയുടെ ഉള്ളിൽ കയറുകയാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. ആഹാ, തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ചേ. കാലത്ത് 10:15 നല്ല തിരക്കുണ്ട്. പാർക്കിങ്ങിന് ആൾക്കാരുണ്ടല്ലോ, ദൈവമേ. കെട്ടി വെക്കണം. ₹10 പാർക്കിംഗ് ചാർജ്. ഇല്ല. അപ്പോൾ നമുക്ക് പോയാലോ? ടിക്കറ്റ് എടുക്കാം. ഒരാൾക്ക് 25 രൂപയാണ് ടിക്കറ്റ്. പിന്നെ ഫ്രണ്ടിൽ തന്നെ ബുക്കുണ്ട്. ആ ബുക്കിൽ നമ്മുടെ പേരും സ്ഥലം എഴുതണം. ഇത് ആൾക്കാരുടെ എൻട്രി ഫീ ആണ്. അതായത് ഒരാൾക്ക് ഇത്ര പൈസ, പാർക്കിങ്ങിന് ഇത്ര പൈസ എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസാണ്. അത് കഴിഞ്ഞിട്ട് കാണുന്ന കോട്ടയുടെ ആദ്യത്തെ വ്യൂ ആണിത്. പൊളി സാധനമാണ്. ആദ്യം തന്നെ കോട്ടയുടെ ഈ രൂപം തന്നെയാണ് എടുത്തു പറയാനുള്ളത്. അതൊരു വേറിട്ട രൂപം തന്നെയാണ്. കാണാനും നല്ല ചേലാണ്. ഇതാണ് കോട്ടയ്ക്കുള്ള ആദ്യത്തെ പ്രവേശന കവാടം. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയാലോ? കമാൺ. വെള്ളം കുറവാണല്ലേ. വേനൽക്കാലം ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് വെള്ളം കുറവാണ്. ആൾക്കാരൊക്കെ അത്യാവശ്യം കാണാൻ വരുന്നുണ്ടോ? നല്ല അത്യാവശ്യം, വലിയ തിരക്കില്ലെങ്കിലും അത്യാവശ്യം ആളുകളുണ്ട്. ആ സെൻറ്ററിൽ കൂടി കിടക്കുന്നത് മീനോളാട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല, ആ സൈഡിൽ അത് മാമോളാണ്. 1, 2, 3, 4 ആമോളുണ്ട്. അത് കഴിഞ്ഞാൽ കോട്ടയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ആദ്യമായിട്ട് കാണുന്ന ബോർഡാണിത്. ഈ ബോർഡിൽ എന്താണെന്ന് വെച്ചാൽ 1958 ആക്ട് പ്രകാരം ഈ കോട്ടയനെ ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോട്ടയെ ഏതെങ്കിലും തരത്തിൽ കേടുപാടുകൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ രൂപമാറ്റം സംഭവിക്കുകയോ ചെയ്താൽ 2 വർഷം തടവും 1 ലക്ഷം രൂപയും പിഴയും കിട്ടും. നല്ല വെയിലുണ്ട്. തെങ്ങടെ ഇടാവോ ഓടി പോണേ? എന്തെങ്കിലും കൊടുക്കണ്ടാവോ അവിടെ? ഇത്ര പെട്ടെന്ന് ആൾക്കാർ കണ്ട് തിരിച്ചു വരുന്നുണ്ട്. ആഹാ, ആൾക്കാർക്ക് ഇത്ര പെട്ടെന്ന് കണ്ട് തിരിച്ചു വന്നാ. പക്ഷെ കോട്ട 8 മണിക്ക് ഓപ്പൺ ആട്ടോ. 8 മണിക്ക് ഓപ്പൺ ചെയ്യും കോട്ട.
ഇത് മറ്റൊരു കവാടമാണ്. ഈ കവാടം ഒരു ക്ഷേത്രത്തിൻ്റെയാണ്. കോട്ടയുടെ ഉള്ളിൽ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ കവാടമാണിത്. ഇതിൻ്റെ ഉള്ളിലേക്ക് ചെരുപ്പിട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ചെരുപ്പ് ഊരിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ദിവസവും പൂജ നടക്കുന്ന ഒരു ക്ഷേത്രമാണത്. ആഞ്ജനേയ സ്വാമിയാണ് പ്രതിഷ്ഠ. കയറിയാലോ പുള്ളിക്ക്. ആഞ്ജനേയ സ്വാമിയാണ്. സ്റ്റാർട്ടിങ് എടുത്ത ടിക്കറ്റ് നമ്മൾ ഇവിടെ കാണിച്ചെടുക്കണം, എന്നാലാണ് ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. AD 1766 സുൽത്താൻ ഹൈദരാലിയാണ് ഈ കോട്ട നിർമ്മിച്ചത്. കേരളത്തിലെ തന്നെ മികച്ച സുരക്ഷിതമായ കോട്ടകളിൽ ഒന്നാണ് പാലക്കാട് കോട്ട. ഇത് നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ താക്കീത് ബോർഡാണ്. കാണുന്നത് ജയിലാണ്, പിന്നെ താലൂക്ക് ഓഫീസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയി ഇങ്ങനെ വട്ടം കറങ്ങി ഇങ്ങനെ സ്റ്റെപ്പിലൂടെ ഇങ്ങനെ വന്നിട്ട് നമ്മൾ ജയിലിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങോട്ട് പോവാം. കോട്ട കാണാം. കോട്ട കണ്ടിട്ട് നമുക്ക് ജയിലാം. അപ്പോൾ അങ്ങനെ നമ്മൾ മുകളിലേക്ക് എത്തി. നല്ല വെയിലുണ്ട്. മുകളിലധികം ആൾക്കാരൊന്നും കാണാമല്ലോ. നമ്മൾ ആ താഴത്തൂടെ വന്നത് കേട്ടോ. വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. നല്ല കാറ്റും ചുറ്റും മരങ്ങളും നിറഞ്ഞിട്ട് അടിപൊളിയാണ്. നമ്മൾ താഴത്തെ അമ്പലത്തിൻ്റെ ഗോപുരമാണത്. ഇതാണ് കോട്ടയുടെ ആദ്യത്തെ സുരക്ഷാ കവാടം എന്നൊക്കെ പറയും. അയ്യോ, സ്വർഗത്തിലെ കട്ടൂരും പായോ ദൈവമേ ഞാൻ. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ പണ്ടത്തെ കാലത്ത് യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ ശത്രുക്കൾ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇവർ ഇതിൻ്റെ മുകളിൽ നിന്നാണ് നോക്കി കാണാമെന്ന് പറയാം. ഇതിന് മുകളിൽ നോക്കിയാൽ പാലക്കാട് അത്യാവശ്യം കാണാം എന്നാണ് പറയപ്പെടുന്നത്. കണ്ട, നമ്മൾ ആ വഴിയാണ് ഇങ്ങനെ വന്നത്. പാലക്കാട് കോട്ടയുടെ ചരിത്രം തന്നെ മൈസൂർ സുൽത്താന്മാരുടെ അധിനിവേശവുമായി ബന്ധപ്പെട്ടാണ്. 1776 പാലക്കാട് പിടിച്ചടക്കിയതിന് ശേഷം സുൽത്താൻ ഹൈദരാലിയാണ് പാലക്കാട് കോട്ട നിർമ്മിച്ചത്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ കർണാടകയും മലബാർ പ്രദേശങ്ങളും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. പൂർണ്ണമായും കരിങ്കല്ലിലും ചുണ്ണാമ്പുകല്ലിലാണ് കോട്ടയുടെ നിർമ്മാണം. അപൂർവമായ കോട്ടകളിൽ ഒന്നാണ് പാലക്കാട് കോട്ട. അതിൻ്റെ പ്രധാന കാരണം തന്നെ ഈ കോട്ടയുടെ നിർമ്മാണമാണ്. ചതുരാകൃതിയിലാണ് ഈ കോട്ടയുടെ നിർമ്മാണം. പിന്നെ ഈ കോട്ടയുടെ അല്ലെങ്കിൽ ഈ കോട്ട പിടിച്ചെടുക്കാൻ വേണ്ടി തന്നെ ഹൈദരാലിയും ബ്രിട്ടീഷുകാരും തമ്മിൽ പല വട്ടം യുദ്ധം നടന്നിട്ടുണ്ട്. അങ്ങനെ അവസാനം ആ യുദ്ധത്തിൽ ഹൈദരാലി തോൽക്കുകയും 1753 ഈ കോട്ട ബ്രിട്ടീഷുകാരുടെ കീഴിലാവുകയും ചെയ്യുകയാണ് പിന്നീട് ഉണ്ടായത്. ആ ചതുരാകൃതി നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? ഈ കോട്ട കാണാൻ വന്നതിൽ മറ്റൊരു കാരണം കൂടി ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, പണ്ട് കാലത്ത് യുദ്ധം ഉണ്ടായ സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി ഇവിടുത്തെ രാജാവ് ഈ കോട്ടയുടെ അടിയിലൂടെ ഒരു തുരങ്കം ഉണ്ടാക്കി. ആ തുരങ്കം ചെന്ന് അവസാനിച്ചത് മൈസൂരിലാണ്. അപ്പോൾ അങ്ങനെ ഒരു തുരങ്കം ഉണ്ടെങ്കിൽ അതൊന്ന് കാണണം എന്ന് വിചാരിച്ചിട്ട് കൂടിയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇതൊരു കിണറാണ്, പക്ഷേ താഴത്തേക്ക് ഇറങ്ങാനുള്ള അനുമതി ഇല്ല. ഇതാണ് പണ്ടത്തെ ജയിൽ. പിന്നീട് അത് ഇവിടുന്ന് മാറ്റുകയാണ് ഉണ്ടായത്. പിന്നെ താലൂക്ക് ഓഫീസ് ഇപ്പോഴും ഇവിടെ വർക്കിംഗ് ആണ്. താലൂക്ക് ഓഫീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് 1900 കൂടിയാണ്. ഇപ്പോഴും അത് വർക്കിംഗ് ആണ്. ഇത് ചില സിനിമകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അയ്യപ്പനും കോശിയും എന്ന സിനിമയിൽ ഈ ഒരു സീൻ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം.
സംഭവം അവിടെ ഇവിടെയും പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ഓടകളൊക്കെ ഇളകി കിടക്കുകയാണ്. നമുക്കിപ്പോൾ ഒന്ന് മൊത്തത്തിലൊന്ന് ഒപ്പിയെടുക്കാം. ജയിലിൻ്റെ സൈഡാണ്. ഇത് ചെറിയൊരു ഗാർഡൻ പോലെയാണ്. സംഭവം കാണാൻ നല്ല രസമാണ്. പിന്നെ വേനൽക്കാലം ആയതുകൊണ്ട് പച്ചപ്പിന് കുറച്ച് കുറവുണ്ട്. മരങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. അത് കാണുന്നതൊക്കെ മാങ്ങ കേട്ടാ, ഒക്കെ മാങ്ങയത്. നല്ല ഭംഗിയിൽ കൊന്നപ്പൂ പൂത്തേക്കുണ്ട്. വിഷു ആകുമ്പോഴേക്കും എല്ലാം പോവും. അത് പിന്നെ എല്ലായിടത്തും അങ്ങനെയാണല്ലോ. വിഷു ആവണ സമയത്ത് എല്ലായിടത്തും കൊന്നപ്പൂ പോയിട്ട് കാശ് കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥയാണ് എല്ലാവർക്കും. നമുക്കിതിൻ്റെ അപ്പുറത്ത് 1-2 ബിൽഡിങ്ങുകളുണ്ട്. അതെന്താണെന്ന് പോയി നോക്കിയിട്ട് വരാം. അടുത്ത ബിൽഡിങ്ങാണ് വിവരദാനശാല. മൊത്തം കരിങ്കല്ലാന്ന് തോന്നുന്നു കേട്ടോ. മൊത്തം കരിങ്കല്ല. അതെ, മൊത്തം കരിങ്കല്ല. വെയിൽ ലേശം കുറവുണ്ട്. ലേശമല്ല, കുറച്ച് കുറവുണ്ട്. വെയിൽ കുറേശ്ശെ കുറഞ്ഞിട്ടുണ്ട്. അടുത്ത ഇത് എന്താ ഇതിങ്ങനെ ഭൂപരിഷ്കരണ സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസ്. ആഹേ, ഇങ്ങനെയൊക്കെ ഓഫീസ് ഉണ്ടല്ലേ. സംഭവം പൊളിച്ചു. അപ്പോൾ അങ്ങനെ ജയിലും കണ്ട് പുറത്തിറങ്ങാണ്. ഇനിയിപ്പോൾ നേരെ പുറത്തേക്ക് പോവാണ്. വന്ന വഴിയാണ് പുറത്തേക്ക് പോവുക. അപ്പോൾ അങ്ങനെ നമ്മൾ പുറത്ത് കടന്നു. സംഭവം നിങ്ങൾ എന്തെങ്കിലും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം ഇത് കാണേണ്ടത് തന്നെയാട്ടത്. ഇപ്പോൾ പുറത്ത് കുട്ടികളുടെ ഏതൊരു പാർക്കാണ്. വാടിക സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. 25 രൂപ തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയിലേക്ക് പോയാലോ. അപ്പോൾ പരമാവധി വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇനി ഇതുപോലത്തെ ഒരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ബൈ.